അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, സെപ്റ്റംബർ മാസം 5-ാം തീയതി വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രവാചകരുടെ സംഭവ ബഹുലമായ ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശങ്ങളെക്കുറിച്ചും ആ പവിത്ര ജീവിതത്തിൽ നിന്ന് നാം പകർന്നെടുക്കേണ്ടുന്ന മൂല്യങ്ങളെക്കുറിച്ചുമാണ് UAE ജുമാ ഖുതുബ ഓർമ്മപ്പെടുത്തുന്നത്. ആമുഖമായി അള്ളാഹുവിൻ്റെ നിരന്തര നിരീക്ഷണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വ ആമിനൂ ബിറസൂലിഹി യുക്തിക്കും കിഫ്ലൈനി മിർ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ആയത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: സത്യവിശ്വാസികളെ, നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുക. അള്ളാഹു അയച്ച അവൻ്റെ പ്രവാചകരിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. എങ്കിൽ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ 2 വിഹിതം നിങ്ങൾക്കു നൽകും. മാത്രമല്ല, നിങ്ങൾക്ക് മുന്നോട്ടു സഞ്ചരിക്കുവാൻ ആവശ്യമായ വെളിച്ചം അവൻ സംവിധാനിച്ചു തരികയും നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും ചെയ്യും. കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. സത്യവിശ്വാസികളെ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നാം സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏവർക്കും ഹൃദ്യമായ നബിദിനാശംസകൾ നേരുകയാണ്. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ്, മഹത്തായ സൗഭാഗ്യമാണ്. വിശുദ്ധ പ്രവാചകരെന്ന ആ മഹാസൗഭാഗ്യത്തെക്കുറിച്ച് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികൾക്ക് അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി വലിയ അനുഗ്രഹമാണ് ചെയ്തിരിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരായ പ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ വലിയ അനുഗ്രഹം. നമ്മുടെ പ്രവാചകർ ആ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ കുടുംബത്തിലാണ് ഭൂജാതനായത്. പ്രവാചകൻ്റെ പിതാവ് അബ്ദുള്ളയായിരുന്നു. വല്ലിപ്പ അബ്ദുൽ മുത്തലിബും ഉമ്മ ആമിന ബിൻതു വഹബ് എന്നവരുമായിരുന്നു. വിശുദ്ധ പ്രവാചകരുടെ സവിശേഷമായ കുടുംബ പരമ്പര ചെന്നെത്തുന്നത് പുണ്യപ്രവാചകരായ ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അലൈഹിമസ്സലാത്തു വസ്സലാം എന്നവരിലേക്കാണ്. AD 571 റബീഉൽ അവ്വൽ മാസത്തിലെ തിങ്കളാഴ്ച ദിവസം പുലർക്കാല വേളയിലാണ് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനനം കൊള്ളുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട ദിവസം അതിവിശുദ്ധമാണ്. അതുകൊണ്ടുതന്നെ എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ച വിശുദ്ധ പ്രവാചകർ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അതിനു കാരണമായി പ്രവാചകർ പറഞ്ഞത് ദാക യൗമുൻ വുലിദ്തു ഫീഹി എന്നാണ്. ആ ദിവസം ഞാൻ ജനിച്ച ദിവസമാണ് എന്ന്. വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. വിശുദ്ധ പ്രവാചകരെ, അങ്ങയോളം സൗകുമാര്യമുള്ളതൊന്നും എൻ്റെ കണ്ണു കണ്ടിട്ടില്ല. അങ്ങയോളം സൗന്ദര്യമുള്ള ഒരു മകനും ഇന്നുവരെ ഒരുമ്മയും ജന്മം നൽകിയിട്ടുമില്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും വിമുക്തനായാണ് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതായത്, എങ്ങനെയാവണമെന്നാണോ അങ്ങ് ആഗ്രഹിച്ചത് അങ്ങനെയാണ് അങ്ങയെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വിശുദ്ധ പ്രവാചകർ ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു. ഏറ്റവും മികച്ച പെരുമാറ്റ ഗുണങ്ങളായിരുന്നു പ്രവാചകരുടേത്. എല്ലാവരോടും നന്നായി ഇടപഴകുകയും സൗമ്യതയോടെ പെരുമാറുകയും ചെയ്തു വിശുദ്ധ റസൂൽ. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മഹത്തായ കാര്യങ്ങളെയാണ്. ആ സൃഷ്ടാവു തന്നെ നമ്മുടെ പ്രവാചകർക്കു നൽകിയത് ഏറ്റവും മഹത്തരമായ സാക്ഷ്യപത്രവും ഏറ്റവും സമ്പൂർണമായ അപദാനവുമാണ്.
വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. പ്രവാചകരെ, തീർച്ചയായും അങ്ങ് അതിവിശുദ്ധമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ചോദിച്ചയാളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ മറുപടി അലസ്ത തഖറഉൽ ഖുർആൻ, താങ്കൾ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ എന്നായിരുന്നു. അയാൾ പറഞ്ഞു, അതെ, ഞാൻ പാരായണം ചെയ്യാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി ഫഇന്ന ഖുലുഖ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ, എന്നാൽ പ്രവാചകരുടെ സ്വഭാവം എന്നത് വിശുദ്ധ ഖുർആനായിരുന്നു. അതെ, നമ്മുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൻ്റെ പ്രായോഗിക രൂപമായിരുന്നു. ഖുർആനിൽ അല്ലാഹു എന്തു കൽപ്പിച്ചുവോ അത് പ്രവാചകർ നടപ്പിലാക്കുകയും ഖുർആൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു. ഏതു സ്തുത്യർഹമായ സ്വഭാവം ഖുർആൻ ഉപദേശിക്കുന്നുവോ അത് സമ്പൂർണമായി നമ്മുടെ പ്രവാചകർ സ്വീകരിച്ചു. ഏതൊരു ഉന്നതമായ മര്യാദ ഖുർആൻ പരിചയപ്പെടുത്തുന്നുവോ അതേറ്റവും സമ്പൂർണമായ രൂപത്തിൽ വിശുദ്ധ പ്രവാചകർ നടപ്പിലാക്കി. അതുകൊണ്ടു തന്നെയാണ് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നിയോഗ ദൗത്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിതനായിരിക്കുന്നത് ഉത്തമ സ്വഭാവഗുണങ്ങളുടെ സമ്പൂർത്തീകരണത്തിനു വേണ്ടിയാണ്. ലോകത്തെവിടെയൊക്കെ കരുണയും ആർദ്രതയും പരാമർശിക്കപ്പെടുന്നുവോ അപ്പോഴെല്ലാം പുണ്യപ്രവാചകരെ നാം അർഹമന്നാസി ബിന്നാസ്, ജനങ്ങളോട് ഏറ്റവും കരുണാമയനായി കണ്ടെത്തുന്നു. അകന്നവരോടും അടുത്തവരോടുമെല്ലാം കരുണയോടെ പ്രവാചകർ പെരുമാറി. പ്രവാചകരുടെ കാരുണ്യം എല്ലാ ജീവജാലങ്ങളിലേക്കും വ്യാപിച്ചു. അള്ളാഹു തന്നെ ഇപ്രകാരം പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രവാചകരെ, ലോകങ്ങൾക്കാകമാനം കരുണയായാണ് അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നത്. വീട്ടിലെയും കുടുംബത്തിലെയും പുണ്യപ്രവാചകരെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ ഏറ്റവും ആദരണീയനായ, അങ്ങേയറ്റത്തെ കരുതലോടെ മാത്രം ഇടപഴകുന്ന ജീവിത പങ്കാളിയായി, ഭർത്താവായി നാം പ്രവാചകരെ കാണുന്നു. പ്രവാചകർ തന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിലെ ഏറ്റവും നല്ലവൻ സ്വന്തം കുടുംബത്തോട് നന്നായി നിലകൊള്ളുന്നവനാണ്. ഞാൻ എൻ്റെ കുടുംബവുമായി ഏറ്റവും നല്ല രീതിയിലാണ് നിലകൊള്ളുന്നത്. വീട്ടിൽ നമ്മുടെ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ദയാർദ്രമായ ഹൃദയമുള്ള ഉപ്പയായിരുന്നു. അനുകമ്പയോടെ മാത്രം ഇടപഴകുന്ന പിതാവായിരുന്നു. പുണ്യപ്രവാചകരുടെ നിഴലുപോലെ പ്രവാചകരോടൊപ്പം നീണ്ട 10 വർഷക്കാലം സഹവസിച്ചവരാണ് അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, മാ റഅയ്തു അഹദൻ അർഹമ ബിൽ ഇയാലി മിൻ റസൂലില്ലാഹ്, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം തൻ്റെ മക്കളോട്, കുടുംബത്തോട് കരുണയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഫഇദാ റഹിംത ഫഅൻത ഉമ്മുൻ ഔ അബു ഹാദാനി ഫിദ്ദുനിയ ഹുമർ റുഹമാഉ, ഭൂമിയിൽ നമ്മളെല്ലാം അറിയുന്ന കരുണയുടെ അവസാന വാക്കുകൾ ഉമ്മയും ഉപ്പയുമാണ്. എന്നാൽ പുണ്യപ്രവാചകർ കരുണ ചെയ്യുമ്പോൾ ഒരേ സമയം ഉമ്മയുടെയും ഉപ്പയുടെയും കരുണയുടെ കേദാരമായി പ്രവാചകർ മാറാറുണ്ടായിരുന്നു. ചരിത്രത്തിലെ ഔദാര്യവും കാരുണ്യവുമൊക്കെ നാം പരിശോധിച്ചാൽ, ചരിത്രത്തിൽ അറിയപ്പെട്ട ഉദാരമതികളുടെ ജീവചരിത്രം നാം വിചിന്തനം ചെയ്താൽ, വിശുദ്ധ പ്രവാചകരെ നാം ജനങ്ങളിലെ ഏറ്റവും ഔദാര്യവാനായി കണ്ടെത്തുന്നു. ഏറ്റവും മഹത്തരമായ സ്വഭാവത്തിൻ്റെ ഉടമയായി മനസ്സിലാക്കുന്നു. യുഅ്തി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ, ഒരിക്കലും ദാരിദ്ര്യം ഭയപ്പെടാതെ കയ്യിലുള്ളതെല്ലാം പാവങ്ങൾക്കും ആവശ്യക്കാർക്കും വിശുദ്ധ പ്രവാചകർ ചെലവഴിച്ചു. വമാ സുഇല അലൈഹി സ്വലാത്തു വസ്സലാമു ശൈഅൻ ഖത്തു ഫഖാല ലിസാഇലിഹി ലാ, ആരെങ്കിലും വന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒരിക്കലും പ്രവാചകർ ലാ, സാധ്യമല്ല എന്നു പറഞ്ഞില്ല. കരീമുൻ ഇദാ മാ ജിഅത ലിൽ ഖൈരി ത്വാലിബ ഹബാക ബിമാ തഹ്വി അലൈഹി അനാമിലു വലൗ ലം യകുൻ ഫീ കഫിഹി ഗൈറു റൂഹിഹി ലജാദ ബിഹാ ഫൽയത്തഖില്ലാഹ സായിലു. വിശുദ്ധ പ്രവാചകരുടെ മുന്നിൽ വല്ലതും ചോദിച്ചു ചെന്നാൽ കയ്യിലുള്ളത് എന്താണോ അത് പുണ്യപ്രവാചകർ നമുക്ക് നൽകും.
ഇനി കയ്യിൽ നൽകുവാനൊന്നുമില്ലാത്ത സമയത്തു നാം വല്ലതും ചോദിച്ചാൽ ആ തിരുറൂഹ് പറിച്ചെടുത്ത് പ്രവാചകർ നമുക്ക് തന്നേക്കാം. അതുകൊണ്ട് ചോദിക്കുന്നയാളുകൾ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് കാവ്യാത്മകമായി കവി നമ്മോട് പറയുന്നത്. സത്യവിശ്വാസികളെ, നമ്മുടെ പ്രവാചകരുടെ സുഗന്ധപൂരിതമായ ജീവചരിത്രവും സമ്പൂർണമായ സ്വഭാവ ഗുണങ്ങളും അതു മനസ്സിലാക്കിയവരുടെയെല്ലാം ഹൃദയങ്ങളിൽ പ്രവാചകരോടുള്ള ഇഷ്ടം നിറക്കുകയാണ്. പ്രവാചകരെ കണ്ടവരെല്ലാം പ്രവാചകരെ ഇഷ്ടപ്പെട്ടു. പ്രവാചകരെ കുറിച്ചു കേട്ടവരെല്ലാം ആ പ്രവാചകരോട് വല്ലാത്ത അടുപ്പം പുലർത്തി. ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് പ്രവാചകരോടുണ്ടായിരുന്ന ഇഷ്ടം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലദ്ദമ. അല്ലാഹുവിൻ്റെ പ്രവാചകർ, അല്ലാഹു തന്നെ സത്യം, ഞങ്ങൾക്കു ഞങ്ങളുടെ സമ്പാദ്യത്തെക്കാളും സന്താനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും പ്രിയങ്കരരായിരുന്നു. ദാഹാർത്ഥനായവന് ലഭിക്കുന്ന ശീതളപാനീയത്തെക്കാൾ ഞങ്ങൾക്ക് പുണ്യനബിയോട് ഇഷ്ടമായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പ്രവാചകരോടുള്ള അടങ്ങാത്ത ഇഷ്ടത്തെ വിവരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: മാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹ് വലാ അജല്ല ഫീ ഐനി മിൻഹു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം എനിക്കിഷ്ടമുള്ള, പ്രവാചകരോളം ഞാൻ ബഹുമാനിച്ചിരുന്ന വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല. എത്രത്തോളം എന്നാൽ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണു നിറച്ചൊന്നു നോക്കുവാൻ പോലും എനിക്കു സാധിക്കുമായിരുന്നില്ല. അതിലേറെ ബഹുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ രൂപവും ഭാവവും താങ്കളൊന്ന് വിശദീകരിക്കണമെന്നെന്നോട് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കത് സാധിക്കുകയില്ല. കാരണം ഞാൻ എൻ്റെ കണ്ണു നിറയെ പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ഈ അവസ്ഥയിൽ തന്നെ എനിക്ക് മരണപ്പെടാൻ സാധിച്ചാൽ ഞാൻ സ്വർഗത്തിലായേക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേ സത്യവിശ്വാസികളെ, വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടം സ്വർഗത്തിൽ പ്രവാചകരുടെ സാമീപ്യം നേടിയെടുക്കുവാനുള്ള വഴിയാണ്. ഒരിക്കൽ ഒരാൾ വന്നു പ്രവാചകരോട് ചോദിച്ചു: അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഒരാൾക്ക് ഒരു സമൂഹത്തെ ഇഷ്ടമാണ്, പക്ഷെ അവരോടൊപ്പമെത്താൻ, അവരിൽ ചെന്നുചേരാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അത്തരമൊരാളെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പ്രവാചകർ പറഞ്ഞു: അൽ മർഉ മഅ മൻ അഹബ്ബ്. ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടുകൂടെയായിരിക്കും അവൻ്റെ സ്ഥാനം. അനുചരന്മാരിൽ ഒരാൾ ഒരിക്കൽ പ്രവാചകരോട് ഇങ്ങനെ ചോദിച്ചു: പ്രവാചകരെ, എപ്പോഴാണ് അന്ത്യനാളാഗതമാവുന്നത്? പ്രവാചകർ തിരിച്ചു ചോദിച്ചു: താങ്കൾ എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു: ഞാനൊന്നും ഒരുക്കി വെച്ചിട്ടില്ല, പക്ഷേ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രവാചകർ നൽകിയ മറുപടി: അൻത മഅ മൻ അഹ്ബബ്ത. താങ്കൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടുകൂടെയായിരിക്കും താങ്കൾ ഉണ്ടാവുക. അനസ് റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിച്ച ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്: വിശുദ്ധ പ്രവാചകരുടെ ഈ മറുപടി കേട്ട സമയത്ത് ഞങ്ങൾക്കുണ്ടായ സന്തോഷത്തോളം മറ്റൊരു സന്ദർഭത്തിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ജനനവും പ്രവാചകത്വലബ്ധിയും സന്ദേശവും സ്വഭാവവുമെല്ലാം വെളിച്ചമായിരുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ നിറയ്ക്കാം. അള്ളാഹു പറഞ്ഞതുപോലെ: ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് വെളിച്ചമാഗതമായിരിക്കുന്നു, സുവ്യക്തമായ ഗ്രന്ഥവും അവതീർണമായിരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പ്രവേശിച്ച ദിവസം മദീനയൊന്നാകെ പ്രഭാപൂരിതമായി. എന്നതുപോലെ വിശുദ്ധ പ്രവാചകർ വഫാത്തായ ദിവസം മദീനയൊന്നടങ്കം ഇരുട്ടു വ്യാപിക്കുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ: പ്രവാചകരെ,
അങ്ങയെ നാം സാക്ഷിയും സന്തോഷവാർത്ത നൽകുന്നവരും മുന്നറിയിപ്പുകാരനുമായാണ് അയച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരും പ്രകാശം പരത്തുന്ന വിളക്കുമായാണ് അങ്ങയെ നിയോഗിച്ചിരിക്കുന്നത്. സത്യവിശ്വാസികൾക്കങ്ങ് സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹുവിൽ നിന്ന് അവർക്ക് മഹത്തായ അനുഗ്രഹങ്ങളുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.